ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ നമ്മളൊക്കെ സന്തോഷിച്ച് യാത്ര ചെയ്യുകയാണ്. ഉദ്ധിതനായ ഈശോ ലോകത്തിന് കൊടുത്ത ഏറ്റവും മനോഹരമായ സമ്മാനം അതിങ്ങനെയാണ്: നിങ്ങൾക്ക് സമാധാനം. ഉദ്ധാനത്തിൻ്റെ ഏറ്റവും നല്ല സന്ദേശം അതുതന്നെയാണ്, സമാധാനം. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ പടിയിറങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ഉദ്ധാനം മഹത്വത്തിൽ മനസ്സിൽ പേറുന്ന ഒരു മനുഷ്യന് മാത്രമേ സമാധാനം കൈമാറാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് പുതുഞായറാണ്. ഒപ്പം കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് ധ്യാന വിഷയം. എല്ലാം ഒന്ന് പുതുതായി തുടങ്ങേണ്ടതിൻ്റെ അനിവാര്യത ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം ഒന്ന് പുതുതാക്കി മാറ്റിയില്ലെങ്കിൽ പഴയതെല്ലാം നമ്മളിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ ചിന്തകൾ, പഴയ കാലഘട്ടത്തിൻ്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, പഴയ ജീവിത ശൈലികൾ, അതെല്ലാം ഒരു പരിധിവരെ നമ്മളെ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈശോ മരിച്ചതെന്ന് ചോദിച്ചാൽ ആ പഴയതിനെല്ലാം ഒന്ന് മരണത്തിലേക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതുമയുണ്ടായത് മരണശേഷമാണെന്ന് തിരിച്ചറിവ് ലോകത്തിന് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ തോമാസ് ശ്ലീഹായെക്കുറിച്ചാണല്ലോ. പുതുഞായറിൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആഘോഷം ഈ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. എന്തായിരുന്നു തോമാസ് ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? നമ്മൾ ഈ മല കയറാൻ വേണ്ടിയൊക്കെ മനോഹരമായി ഒരുങ്ങുന്ന ഒരു ദിവസമാണ് പുതുഞായർ. എന്തിനാണ് ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഈ പുതിയ ഞായറിൽ പിന്നെയും മല കയറുന്നത്, ത്യാഗങ്ങൾ സഹിക്കുന്നത്? തോമാസ് ശ്ലീഹ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും മനോഹരമായ ഒരു പാഠം ഈ വിശ്വാസത്തിൻ്റെ ത്യാഗത്തിൻ്റെ പാഠമാണ്. ഏതൊരു ജീവിതവും പുതുതാക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ത്യാഗത്തിൻ്റെ മനോഭാവം ആവശ്യമാണ്. മല കയറാൻ വേണ്ടി എളുപ്പമാണ്. നമുക്കൊക്കെ ആരോഗ്യമുള്ളതുകൊണ്ടും കഴിവുള്ളതുകൊണ്ടും മല കയറാം. ഇന്ന് മലകൾ ഇഷ്ടംമാതിരിയുണ്ട്. അതൊരു പക്ഷേ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ മല കയറിയെന്ന് പറയാനൊക്കെ വേണ്ടിയിട്ട് ഒടുങ്ങി പോവുകയാണ്. എന്നാൽ ഈ മലകയറ്റങ്ങൾ ജീവിതവുമായി ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ അതെല്ലാം ഒരു ആചാര അനുഷ്ഠാനങ്ങളിൽ ഒടുങ്ങിക്കൊണ്ടിരിക്കും. എന്തിനാണ് ഒരു മനുഷ്യൻ മല കയറാനായിട്ട് പോകുന്നത്? അത് ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയെ ഇവിടുന്ന് മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മലയെ മാറ്റാന്ന് പറഞ്ഞാൽ മല പൊളിച്ചെടുത്ത് മറ്റൊരിടത്ത് കൊണ്ടുവെക്കാന്നല്ല അതിനർത്ഥം. നമ്മളൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയെ മല കയറുന്ന ഒരു മനുഷ്യൻ വിശ്വാസം കൊണ്ട് കീഴടക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഇടയ്ക്ക് മലയാറ്റൂർ മലയിലേക്കൊക്കെ എടുത്താൽ പൊന്താൻ കഴിയാത്ത കുരിശും വഹിച്ചുകൊണ്ട് ആ കല്ലുകൾക്കിടയിലൂടെ തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനുഷ്യനെ താങ്ങാൻ കഴിയാത്ത ഭാരം വഹിച്ചുകൊണ്ട് ചെറുപ്പക്കാരായ മക്കൾ ആ കുരിശുമെടുത്ത് മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നൊരു സത്യം ഇതാണ്: ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി എൻ്റെ മുമ്പിൽ നിന്നാലും ഈ കുരിശുമായി വഹിച്ചുകൊണ്ട് എൻ്റെ പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്യുമെന്നാണ്. പക്ഷേ ആ യാഥാർത്ഥ്യമൊന്നും മനസ്സിലില്ലല്ലോ. മല കയറി പോസ്റ്റ് ചെയ്താൽ അത് കഴിഞ്ഞു പോവുകയാണ്. ജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്ന മലകളെ ഇങ്ങനൊരു കുരിശും വഹിച്ചുകൊണ്ട് നിനക്ക് മുന്നേറാൻ കഴിയുമോ എന്നൊരു ചോദ്യം വിശുദ്ധ തോമാസ് ശ്ലീഹായും ഈ ദിവസം നമ്മളോട് ചോദിക്കുകയാണ്. ചോദ്യം എന്താണ്? അത് തന്നെയാണ്. എൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്നൊരു യേശു മരിച്ചുപോയി. ഇന്നെൻ്റെ യേശു എൻ്റെ കൂടെയില്ല. ആ യേശുവിൻ്റെ അസാന്നിധ്യം അവനൊരു മലയാണ്. കാരണം കൂടെ ജീവിച്ചിരുന്ന യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാട്ടുകാർ നാളെ ചോദിക്കും, എടാ നിനക്ക് മാത്രം യേശുവിനെ കാണാൻ പറ്റിയില്ലല്ലോ. ഇന്ന് നമ്മളോട് ആരും അത് ചോദിക്കില്ല. കാരണം നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ ദർശിക്കുന്നവരാണ്. പക്ഷേ തോമാസ് ശ്ലീഹായോട് ചോദിക്കും. തോമാസ് ശ്ലീഹായ്ക്ക് കാലഘട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തോമാസ് ശ്ലീഹയോട് ചോദിക്കും, മോനെ നിനക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ലല്ലോ, പിന്നെ നീ എന്താണ് ഈ പ്രഘോഷിക്കുന്നത്? കൂടെ ജീവിച്ച് കൂടെ തിന്ന് കൂടെ ഉറങ്ങിയ യേശുവിനെ അവൻ്റെ മരണശേഷം ബാക്കിയുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ
നഷ്ടപ്പെട്ടതിൻ്റെ മല മുമ്പിൽ നിൽക്കുമ്പോൾ തോമാസ് ലീഹ പറയാണ്, എൻ്റെ മുമ്പിലുള്ള മലയെ വിശ്വാസം കൊണ്ട് ഞാൻ തോൽപ്പിക്കാൻ വേണ്ടി പോവുക. കണ്ടോ, അവൻ്റെ പിടിവാശയ്ക്ക് മുമ്പിൽ കർത്താവ് സ്വർഗം വീണ്ടും തുറക്കപ്പെടുകയാണ്. അതാണ് ഒരു മലയെ മാറ്റുന്ന വിശ്വാസം. ഞാൻ എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ യേശുവിനെ എനിക്ക് കണ്ടേ മതിയുള്ളൂ, കണ്ടേ ഞാൻ വിശ്വസിക്കുള്ളൂ. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ബോധ്യങ്ങൾ എനിക്ക് തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ഉണ്ടാകണം. ഇന്ന് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ് വിശ്വാസത്തിൻ്റെ പിടിവാശികൾ. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസ് കൊടുക്കുന്ന എന്തിനാണ്? കുടുംബ പ്രാർത്ഥനകൾ, വിശുദ്ധ കൂദാശകൾ, അങ്ങനെയുള്ള ഭക്തകൃത്യങ്ങൾ, ഇതെല്ലാം നമ്മൾ എക്സ്ക്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ കാര്യം അല്ലേ? അതിൻ്റെ അകത്ത് കാര്യമില്ലാതില്ലല്ലോ. നമുക്ക് ഒരു പ്രതിസന്ധിയെ മനസ്സുകൊണ്ട് തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ഭക്തകൃത്യങ്ങൾ. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, പിടിവാശി ഇല്ലാതായി കഴിയുമ്പോൾ സ്വർഗം താനെ അടയപ്പെടുകയാണ്. തോമാസ് ലീഹ വീണ്ടും പിടിവാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ സ്വർഗം തുറക്കപ്പെടില്ലല്ലോ, ഈശോ രണ്ടാമത് പ്രത്യക്ഷപ്പെടില്ലല്ലോ. കണ്ടോ, അതുകൊണ്ട് ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പിടിവാശികൾ നമുക്ക് ആവശ്യമാണ്. കുടുംബ പ്രാർത്ഥനകൾ, വിശുദ്ധ കൂദാശകൾ, ധ്യാനങ്ങൾ, നോമ്പ് ആചരണങ്ങൾ, ഇങ്ങനെയുള്ള ത്യാഗപ്രവർത്തികൾ, ഇതൊക്കെ ആത്മീയ ജീവിതത്തിന് അനിവാര്യമാണ്. അങ്ങനെയുള്ളിടത്ത് അതൊരു വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി ആയതുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഞാനൊരു ഭക്തകൃത്യം കാണിക്കുമ്പോൾ അവിടെ ഈശോയ്ക്ക് വീണ്ടും നമ്മുടെ അരികിൽ കടന്നു വരാതിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ, പിടിവാശികൾ നമുക്കുണ്ടായിരിക്കട്ടെ. രണ്ടാമതായിട്ട് തോമസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, അവൻ പറഞ്ഞത് അവൻ്റെ മുറിവുകളിൽ എനിക്ക് വിരലിടണമെന്നാണ്. യേശുവിൻ്റെ ഉദ്ധാനം ലോകത്തിന് ആനന്ദമായി മാറാൻ കാരണം അവൻ മുറിവേറ്റ് മരിച്ച ഒരു വ്യക്തിയായതുകൊണ്ടാണ്. ഒരു സാധാരണക്കാരൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇത്രമേൽ ആഘോഷിക്കപ്പെടില്ലായിരുന്നു. എന്നാൽ ഈ ലോകം സന്തോഷിപ്പിച്ചവരെല്ലാം മുറിവുകൾ കൊടുത്തപ്പോൾ ആ മുറിവുകളെ തിരുമുറിവുകളാക്കി ഉയർത്തവൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ അവൻ്റെ മുറിവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മുറിവില്ലാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി മനുഷ്യരാൽ, ഒത്തിരി വ്യക്തികളാൽ, സംഭവങ്ങളാൽ, സാഹചര്യങ്ങളാൽ മുറിവേറ്റവരാണ്. പക്ഷേ ഈ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ മുറിവുകൾ മാത്രം ഉണ്ടാക്കി കടന്നു പോകുന്നതുകൊണ്ടാണ്. എവിടെയാണ് സന്തോഷവും സമാധാനവും ഉണ്ടാവുക? എനിക്ക് കേൾക്കപ്പെടുന്ന മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാൻ എനിക്ക് കഴിയണം. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എനിക്ക് തിരുമുറിവുകളാക്കി മാറ്റാൻ കഴിയണം. അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ധാനത്തിൻ്റെ മഹത്വം ആഘോഷിക്കുന്ന ഒരു വ്യക്തിയായി മാറുക. അല്ലാത്തതെല്ലാം പരാതികളും പരിഭവങ്ങളുമായി ജീവിതം ഇങ്ങനെ അവസാനിച്ചു പോകും പ്രിയപ്പെട്ടവരെ. മുറിവില്ലാത്തൊരു മനുഷ്യനുമില്ല. അതുകൊണ്ടാണ് ഈശോയുടെ മുറിവുകളെ കാണണം. എങ്ങനെയുള്ള മുറിവുകളാണ്? ലോകം കൊടുത്ത മുറിവുകളെ തിരുമുറിവുകളാക്കിയ യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് വിരലിടാതെ ഞാൻ അവനാണെന്ന് വിശ്വസിക്കില്ല. കണ്ടോ, ഉദ്ധാനശേഷവും യേശുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത് മുറിവുകളാണ്. എന്ത് മുറിവുകളാണ്? തിരുമുറിവുകളാണ്. അല്ലെങ്കിൽ ഒരു ഉദ്ധാനം ചെയ്ത യേശുവിന് ആ മുറിവെല്ലാം ഉണക്കിയിട്ട് കടന്നു പോകാമായിരുന്നു. പക്ഷേ അതല്ല. ലോകത്തെ പഠിപ്പിക്കുകയാണ്, മക്കളെ, ഒരു വ്യക്തി വിശുദ്ധനായി മാറുന്നത്, അവൻ്റെ ജീവിതം ധന്യമായിത്തീരുന്നത്, അവൻ്റെ ജീവിതം ഉദ്ധാനമായിത്തീരുന്നത് ഏറ്റെടുക്കുന്ന മുറിവുകളെ തിരുമുറിവാക്കി മാറ്റുന്ന ഒരു മനുഷ്യനാണ് ഉദ്ധാനത്തിൻ്റെ രഹസ്യം ലോകത്തിന് സമ്മാനിക്കാനുണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ സാധാരണ മരണങ്ങളല്ലേ. വിശുദ്ധരുടെ ജീവിതമൊക്കെ നോക്കിയേ, മുറിവുകൾ ഏറ്റെടുത്ത് മരിച്ചവരാണ്. അതുകൊണ്ടാണ് ആ മുറിവുകളെ തിരുമുറിവുകളാക്കിയത് കൊണ്ടാണ് അവർക്ക് ലോകത്തിന് അനുഗ്രഹമായി മാറാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റിക്കൊണ്ട് എൻ്റെ കുടുംബത്തിൽ, നാട്ടിൽ, വീട്ടിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, ഒരു സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായി തീരുവാൻ കൃപയേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി, ഇന്ന് ഈ തിരുനാൾ കരുണയുടെ ദിവസമാണ്. ആരാണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? അത് നിസ്സഹായൻ്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ മുമ്പിൽ ഭിക്ഷയാചിക്കുന്ന ആരാണ്? നിസ്സഹായനാണ്. ആരും സഹായിക്കാനില്ല, സമ്പത്തില്ല, ആരോഗ്യമില്ല, സ്ഥാനമാനങ്ങളില്ല, ബന്ധങ്ങളില്ല, എല്ലാം നഷ്ടപ്പെട്ടവൻ അവസാനം നിലവിളിക്കുന്നതാണ് കരുണ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല കരുണയുടെ പ്രാർത്ഥന അത് മനുഷ്യൻ ദൈവത്തോട് യാചിക്കുന്നതാണ്. എന്താണ്? നമ്മളെല്ലാവരും നിസ്സഹായരാണ്. നമ്മളാരും പരിപൂർണരല്ലല്ലോ. നാളെ മരിച്ചു പോകുന്ന ശരീരമാണ്. അതുകൊണ്ട് ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, അറിവുണ്ട്, സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, ഒരു കാര്യമില്ല.
നാളെ ഇതെല്ലാം നിസ്സഹായതയുടെ വക്കിലെത്തും. ഡോക്ടർമാർ പറയും, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. സമ്പത്തുണ്ടായിട്ടും കോടീശ്വരന്മാർ ഒടുങ്ങി പോകുന്നില്ലേ ഭൂമിയിൽ? സ്വന്തം മരിച്ചു പോകുന്നില്ലേ? സ്വന്തം ശരീരത്തെ കൊന്നുകളയുന്നില്ലേ? കാരണം എന്താണ്? സമ്പത്തിൻ്റെ മുമ്പിലും ലോകത്തിൽ അവർ പരാജയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സഹായരാണ്. നിസ്സഹായൻ്റെ പ്രാർത്ഥനയാണ് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കത്രേ. കാരണം ദൈവാശ്രയ ബോധമുള്ളവനാണ്, പാപബോധമുള്ളവനാണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില പാപങ്ങളുണ്ട്. കുമ്പസാരത്തിലൂടെ പാപങ്ങൾ മോചിക്കപ്പെട്ടാൽ അതിൻ്റെ കറകളൊക്കെ ഉണ്ടാവും, കടങ്ങളുണ്ടാവും. ആ കടങ്ങളും കറകളും മോചിപ്പിക്കപ്പെടാനുള്ള പുണ്യ ദിവസമാണ് കരുണയുടെ തിരുനാൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ അരുളി ചെയ്തത്, ഈ കരുണയുടെ ദിവസം നിങ്ങൾ മനോഹരമായി ആചരിച്ചാൽ എല്ലാ കടങ്ങളും കറകളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അവിടുന്ന് എടുത്തു മായ്ച്ചു തരും. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിസ്സഹായരാകാം. നമ്മളൊക്കെ ദൈവ സൃഷ്ടികളാണല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നിന്നുകൊണ്ട് കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല ദിവസത്തിൻ്റെ മംഗളങ്ങൾ എല്ലാം ഒന്ന് പുതുതാകട്ടെ. സമാധാനം ഉള്ള ഹൃദയം, സമാധാനം കൊടുക്കാൻ പറ്റുന്ന ഹൃദയം, ജീവിതം, മുറിവുകളെ തിരുമുറിവുകളാക്കിക്കൊണ്ട് യേശുവിൻ്റെ സമാധാനം കൈമാറുവാൻ, കരുണയുടെ വക്താക്കളായി ജീവിക്കുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.